എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധിയിൽ പുതിയ ലിസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ആ ലിസ്റ്റ് പ്രകാരമൊന്നുമല്ല PM കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം ഇതുവരെ നടന്നിരുന്നത്. ലിസ്റ്റിൽ പേരുള്ളവർക്ക് പോലും PM കിസാൻ സമ്മാൻ നിധി കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നിരവധി പേരാണ് ഇപ്പോൾ ചോദിക്കുന്നത്, എങ്ങനെയാണ് PM കിസാൻ സമ്മാൻ നിധിയുടെ സ്റ്റാറ്റസുകൾ അറിയുക, അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഞങ്ങൾ DBTയുടെ കാര്യങ്ങളൊക്കെ അറിയുക എന്നുള്ളത്. അപ്പോൾ ഇത് നമുക്കിനി 17ാമത്തെ ഘടകമാണ്. ഇനിയിപ്പോൾ അവസാനമായിട്ട് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയാണ്. ഇനി അങ്ങനെ ഒരു സംശയം എന്നോട് ചോദിക്കരുത്, വാട്സപ്പിലായാലും കമൻറ്റിലായാലും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്കിപ്പോൾ നിരവധി വട്ടം നമ്മൾ പറഞ്ഞു തരുന്നൊരു കാര്യമാണ്. എന്നിട്ടും നിരവധി പേര് ഇപ്പം സ്റ്റാറ്റസിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ DBTയുടെ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തൊക്കെയാണ് എന്നുള്ളത് ഇപ്പോൾ തന്നെ എല്ലാവരും മനസ്സിലാക്കുക. അറിയാവുന്നവർ കാണണമെന്നില്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. ഇത് എല്ലാം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 17ാമത്തെ ഗഡുവിതരണം ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗൂഗിളിൽ കയറുക. ഇവിടെ PM കിസാൻ എന്ന് കൊടുക്കുക. ആദ്യം വന്നിരിക്കുന്ന PM കിസാൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ PM കിസാൻ്റെ വെബ്സൈറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് വേണ്ടത് നോ യുവർ സ്റ്റാറ്റസ് എന്നുള്ളതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറാണ്. അപ്പോൾ നോ യുവർ സ്റ്റാറ്റസ് എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ഒന്നെങ്കിൽ മൊബൈൽ നമ്പർ കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ആധാർ നമ്പർ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കുകയാണ്. ആ ക്യാപ്ച അതുപോലെ തന്നെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഗെറ്റ് മൊബൈൽ OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മുടെ PM കിസാൻ രജിസ്റ്റർ ചെയ്യിക്കുന്ന ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP അവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. ഗെറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ വരുന്നതാണ്. ആ രജിസ്ട്രേഷൻ നമ്പർ എവിടെയെങ്കിലും എഴുതി വെക്കുക, അല്ലെങ്കിൽ കോപ്പി ചെയ്തിട്ട് ബാക്ക് കൊടുക്കുക. ബാക്ക് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ നോ യുവർ സ്റ്റാറ്റസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ആ രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ ആദ്യം അവിടെ എൻ്റർ ചെയ്യുക. തൊട്ടപ്പുറയുള്ള ക്യാപ്ച അതുപോലെ തന്നെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗെറ്റ് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. വീണ്ടും നമുക്കൊരു OTPയുടെ ആവശ്യമുണ്ട് ഇത് ലോഗിൻ ചെയ്യണം തന്നെ. അപ്പോൾ നമ്മൾ PM കിസാൻ രജിസ്റ്റർ ചെയ്യുന്ന ഫോണിലേക്ക് വീണ്ടും ഒരു OTP വരും. ആ OTP അവിടെ സബ്മിറ്റ് ചെയ്യുക. ഗെറ്റ് ഡേറ്റ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ വരുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ 3 കാര്യങ്ങളാണ്. ലാൻഡ് സീഡിങ്ങും EKYCയും ആധാർ സീഡിങ്ങും. ഈ 3 കാര്യങ്ങളും യെസ് ആണോ എന്നുള്ളത് കൺഫേം ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ PM കിസാൻ്റെ വെബ്സൈറ്റിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് വേണ്ടത് PFMS ആണ്. നമുക്ക് ഇനി ഫണ്ട് വരണമെങ്കിൽ DBT അപ്ഡേറ്റ് അയക്കണം. അപ്പോൾ PFMS എന്നുള്ളത് ഗൂഗിളിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാം പേയ്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും DBT ട്രാക്ക് എന്നുള്ളത് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കാറ്റഗറി ബെനിഫിഷ്യറി വാലിഡേഷൻ എന്നുള്ളത് കൊടുക്കുക. പേയ്മെൻറ്റ് കൊടുക്കരുത്. കാറ്റഗറി എന്നുള്ളത് PM കിസാൻ കൊടുക്കുക. ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ, നമ്മളിപ്പോൾ എടുത്ത KL തൊട്ട് കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ID അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ വരുന്ന ക്യാപ്ച അതുപോലെ തന്നെ അവിടെ കൊടുക്കുക. സെർച്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമുക്കിവിടെ കണ്ടല്ലോ DBT അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് EKYC, ലാൻഡ് സീഡിങ്, ബാങ്ക് സീഡിങ് അവിടെ എല്ലാം ഓക്കെ ആയിരിക്കണം. ഇവിടെ PFMSനകത്ത് നമ്മൾ DBT അപ്ഡേറ്റഡ് ആയിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ 4 ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇതെല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PM കിസാൻ സമ്മാൻ നിധിയുടെ 17ാമത്തെ ഗഡുവിതരണത്തിന് നിങ്ങൾക്ക് അർഹതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പുതിയതായിട്ട് DBT അപ്ഡേറ്റ് ചെയ്തവർക്കൊക്കെ ഇച്ചിരി താമസം ഉണ്ടാവും DBT അതിനകത്ത് കാണിക്കാനായിട്ട്. പക്ഷേ നമ്മുടെ NPCIക്കകത്ത് DBT നിങ്ങൾ ഏത് ബാങ്കാണ് കാണിച്ചിരിക്കുന്നത് ആ ബാങ്കിലേക്ക് തന്നെയായിരിക്കും തുക എത്തുന്നത്. നമുക്കിപ്പോൾ ഇതിനകത്ത് DBT സ്റ്റാറ്റസിനകത്ത് ഇപ്പോൾ റിജക്റ്റ് കാണിച്ചിട്ടുണ്ടെങ്കിലും നമുക്കതിനകത്ത് മാറ്റങ്ങൾ NPCI ആപ്പിനകത്ത് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ അക്കൗണ്ടിലേക്ക് തന്നെയായിരിക്കും തുക എത്തുന്നത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് PM കിസാൻ സമ്മാൻ നിധി 17ാമത്തെ ഗഡുവിതരണം എത്തുമോ എന്നുള്ളത് അറിയാനായിട്ടുള്ള ഏക മാർഗം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് തിരുത്താൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.